സ്നേഹനാഥനായ ഈശോയെ, അങ്ങ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരെ അങ്ങ് ഒത്തിരിയേറെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അവർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു, അവരെ കരുതലോടെ അങ്ങ് നോക്കി. വചനം പറയുന്നത് പോലെ തന്നെ അവസാനം അന്ത്യത്താഴ വേളയിൽ അങ്ങ് അവരുടെ എല്ലാം പാദങ്ങൾ കഴുകി ചുംബിച്ച് അവരെ വിശുദ്ധീകരിച്ചതിന് ശേഷമാണല്ലോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് അവർക്ക് അങ്ങയുടെ ശരീരരക്തങ്ങൾ പകർന്നു കൊടുത്തതും അവരത് സ്വീകരിച്ചതും. ഇന്നും ഈശോയെ പരിശുദ്ധ കുർബാനയിലൂടെ അങ്ങ് ഞങ്ങളുടെ ഇടയിൽ വസിച്ച് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളെ സൂക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈശോയെ ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഇത്രയധികം കരുതലോടെ 12 പേരെയും അങ്ങ് സ്നേഹിച്ചിട്ടും ഒരാൾ വഴിതെറ്റിപ്പോയി. കാരണം അവൻ്റെ ഹൃദയം യേശുവെ അങ്ങിൽ നിന്ന് അകന്നുപോയി, ദ്രവ്യാഗ്രഹത്തിൽ ഉടക്കിപ്പോയി. കർത്താവെ, ഞങ്ങളും അങ്ങയുടെ കൂടെ വസിക്കുന്നു, അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. എന്നിട്ടും ചിലപ്പോഴെങ്കിലും ലോകത്തിൻ്റെതായ മായാലോകത്തിലേക്ക് ഞങ്ങൾ വ്യാപരിച്ച് അങ്ങിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, അങ്ങിൽ നിന്ന് ഒട്ടും വിട്ടുപോകാതെ എന്നുമെന്നും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.